+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 1 സെറ്റ്സ്. ദിസ് ഈസ് പാർട്ട് 6. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 1.3 പാർട്ട് 5ൽ സബ്സെറ്റ്സ്, സൂപ്പർ സെറ്റ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ്, പ്രോപ്പർ സബ്സെറ്റ്സ്, പവർ സെറ്റ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 5ൽ പഠിച്ചിട്ടുണ്ട്. പാർട്ട് 5 വീഡിയോ കണ്ട ശേഷം പാർട്ട് 6 വീഡിയോ കാണണം. പാർട്ട് 5ൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പാർട്ട് 5ൽ നമ്മൾ സബ്സെറ്റ് പഠിച്ചിട്ടുണ്ട്. എന്താ സബ്സെറ്റ്? A is said to be subset of B if every element of A is an element of B. A is a subset of B if A belongs to A implies A belongs to B. A യിലെ എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടാവണം. Then A is a subset of B. A is subset of B if every element of A is also an element of B. Second one, power set. Set of all subsets of a set A is known as power set of A and is denoted by P of A. The set of all subsets of a set A is called power set of A and is denoted by P of A. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിന്റെ സബ്സെറ്റ്സുകളെ സെറ്റ് ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതി കഴിഞ്ഞാൽ അതാണ് എയുടെ പവർ സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സുകളെയെല്ലാം ഫ്ലവർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പവർ സെറ്റ് കിട്ടും. വാട്ട് ഇസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ്? ഇഫ് എ കൺസിസ്റ്റ് n എലമെന്റ്സ്, പി ഓഫ് എ കൺസിസ്റ്റ് 2n എലമെന്റ്സ്. നമുക്കിപ്പോൾ എക്സസൈസിലേക്ക് കടക്കാം. എക്സസൈസ് 1.3. ഫസ്റ്റ് വൺ, മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ഫില്ലിംഗ് ഇൻ ദ സിമ്പിൾസ് subset or not a subset in the blank spaces. First one, set 2, 3, 4, set 1, 2, 3, 4, 5. Subset അല്ലെങ്കിൽ not a subset ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന രണ്ട് സെറ്റ്സ് കമ്പയർ ചെയ്യാം. ഇതിലെ എലമെന്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് സെറ്റിന്റെ എലമെന്റ്സ് എല്ലാം സെക്കൻഡ് സെറ്റിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെറ്റ് സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ് ആകും. ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സ് 2, 3, 4. ഹിയർ we have 1, 2, 3, 4, 5. Clearly 2, 3, 4 belongs to second set. So first set is a subset of second set. Set 2, 3, 4 is a subset of set 1, 2, 3, 4, 5. Okay, reason avade ezhuthi vekkam. Now second one, set ABC, set BC, D. ഈ എലമെന്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഇരിക്കുന്നത് ABC. സെക്കൻഡ് സെറ്റിൽ ഇരിക്കുന്ന എലമെന്റ്സ് BCD. A is not belongs to second set. So this is not a subset. Set ABC is not a subset of set BCD. Now third one, set of all x such that x is a student of class 11. Okay, x is a student of class 11. Now second set, set of all x such that x is student of your school. Clearly, എന്താ ഇവിടെ എഴുതേണ്ട ആൻസർ? Subset. Okay, student of class 11 is a subset of student of school. So answer is subset. Now fourth one, set of all x such that x is a circle in the plane. Set of all x such that x is a circle in the same plane with radius 1 unit. Okay, second setൽ ഇരിക്കുന്നത് circles with radius 1 unit. First setൽ ഇരിക്കുന്നത് x is a circle in the plane. ഏത് സർക്കിൾ വേണമെങ്കിലും ആവാം. റേഡിയസ് 1 യൂണിറ്റ് വരാം, 2 യൂണിറ്റ്സ് വരാം, 3 യൂണിറ്റ്സ് വരാം. റേഡിയസ് വേറെ വേറെ നമുക്ക് എടുക്കാം. സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സിന്റെ ഫിഗർ ഒന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ വരും. ഇത് സെക്കൻഡ് സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ സർക്കിൾസ് വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. എല്ലാ സർക്കിൾസും വരച്ചിട്ടില്ല, കുറച്ച് സർക്കിൾസ് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളൂ. അതായത് റേഡിയസ് 1 യൂണിറ്റ് ആണ്. സെന്റർ നമുക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം. ഈ പ്ലെയിനിൻ്റെ അകത്ത് ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ സെന്റർ ആയിട്ട് എടുക്കാം. അതുപോലെ എത്ര സർക്കിൾസ് വരക്കാൻ പറ്റും? നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് വരക്കാം. ഓക്കെ, സെന്റർ വേറെ വേറെ എടുത്താൽ മതി. ഡിഫറെൻറ്റ് സെന്റർ എടുത്തിട്ട് റേഡിയസ് 1 യൂണിറ്റ് വരുന്ന പോലെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് വരക്കാൻ പറ്റും. ഇത് ഞാൻ ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ടാണ് വരച്ചിരിക്കുന്നത്. ജിയോജിബ്രയിൽ സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ് ടൂൾ ഉണ്ട്. ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് സർക്കിൾസ് വരക്കാം. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് സെറ്റിന്റെ ഫിഗർ ആണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെറ്റിൽ എന്തായിരിക്കുന്നത്? സർക്കിൾസ്, സെറ്റ് ഓഫ് ഓൾ സർക്കിൾസ് ഇൻ എ പ്ലെയിൻ.
അപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് ഉണ്ടാകും. അതായത് റേഡിയസ് 1 യൂണിറ്റ് ആയ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് എടുത്തിട്ട് ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് വരക്കാം. പക്ഷെ ഞാനിവിടെ ഒറ്റൊരു സർക്കിൾസ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇത് അതിൻ്റെ ലീഡറാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ സർക്കിൾസ് വിത്ത് റേഡിയസ് 1 യൂണിറ്റ് അതിൻ്റെ ലീഡറാണിത്. ആ ലീഡറിനെ മാത്രമേ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഈ ലീഡറിൻ്റെ പിന്നാലെ ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് ഉണ്ട് ഇതുപോലെ ഇരിക്കുന്നത്. ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന സർക്കിൾ റേഡിയസ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ പിന്നാലെ കോടിക്കണക്കിന് ഇതുപോലെ ഇരിക്കുന്ന സർക്കിൾസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ സെൻറ്റർ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഈ പ്ലെയിനിൽ എവിടെ വേണമെങ്കിലും എനിക്ക് ആ സർക്കിൾസിൻ്റെ സെൻറ്റർ എടുക്കാം. സെൻറ്റർ ഡിഫറെൻ്റ് എടുത്തിട്ട് റേഡിയസ് 2 യൂണിറ്റ്സ് എടുക്കാം. റേഡിയസ് 3 യൂണിറ്റ്സ് വരുന്ന സർക്കിൾസ് ഉണ്ടാകും, റേഡിയസ് 4 യൂണിറ്റ്സ് വരുന്ന സർക്കിൾസ് ഉണ്ടാകും. ഇങ്ങനെ റേഡിയസ് മാറ്റി മാറ്റി എനിക്ക് ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് വരക്കാം. ഇൻഫിനിറ്റ്ലി മെനി സർക്കിൾസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റേഡിയസ് 1 യൂണിറ്റ് വരുന്ന എല്ലാ സർക്കിൾസും ഉണ്ടാകും. ഞാനിപ്പോൾ ഇവിടെ ഒറ്റൊരു സർക്കിൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. അതായത് നേരത്തെ കാണിച്ച ഫിഗറിൽ വരുന്ന എല്ലാ സർക്കിൾസും ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ തന്ന ആദ്യത്തെ സെറ്റ് വലിയ സെറ്റാണ്. ഈ സെറ്റിൻ്റെ അകത്താണ് ഈ സെറ്റ് കിടക്കുന്നത്. ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഫസ്റ്റ് സെറ്റ്. ഫസ്റ്റ് സെറ്റ് ഇസ് എ സൂപ്പർ സെറ്റ്. ഓക്കെ, നമ്മൾ പക്ഷേ എഴുതേണ്ടത് സബ്സെറ്റ് ആണോ നോട്ട് എ സബ്സെറ്റ് ആണോ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതിൻ്റെ സബ്സെറ്റ് ആവുമോ? ഒരിക്കലും ഇല്ല. ഇവിടെ എല്ലാ സർക്കിൾസും ഉണ്ട്. ഫസ്റ്റ് സെറ്റിൻ്റെ അകത്ത് റേഡിയസ് ഡിഫറെൻ്റ് യൂണിറ്റ്സ് വരുന്ന എല്ലാ സർക്കിൾസും വരും. സെക്കൻഡ് സെറ്റിൻ്റെ അകത്തോ സർക്കിൾസ് ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. റേഡിയസ് 1 യൂണിറ്റ് ആയ സർക്കിൾസ് ആണ് സെക്കൻഡ് സെറ്റിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും സബ്സെറ്റ് എഴുതാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് സെറ്റാണ് വലിയ സെറ്റ്. സോ ദിസ് ഇസ് നോട്ട് എ സബ്സെറ്റ്. Now fifth one, set of all x such that x is a triangle in a plane. Second set of all x such that x is a rectangle in the plane. ഇപ്പോൾ ഫസ്റ്റ് സെറ്റിൻ്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി ട്രയാങ്കിൾസ് ഉണ്ടാകും. സെക്കൻഡ് സെറ്റിൻ്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി റെക്റ്റാങ്കിൾസ് ഉണ്ടാകും. പക്ഷേ ഈ ഫസ്റ്റ് സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് സെക്കൻഡ് സെറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഫസ്റ്റ് സെറ്റിൽ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്, സെക്കൻഡ് സെറ്റിൽ സെറ്റ് ഓഫ് ഓൾ റെക്റ്റാങ്കിൾസ്. ട്രയാങ്കിൾ ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സ് ഒന്നും ഫസ്റ്റ് സെറ്റിലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ എഴുതേണ്ടത്? സബ്സെറ്റ് എന്ന് എഴുതണോ നോട്ട് എ സബ്സെറ്റ് എന്ന് എഴുതണോ? സബ്സെറ്റ് ആവണമെങ്കിൽ എന്താവണം? ഇവിടുത്തെ എലമെന്റ്സ് എല്ലാം സെക്കൻഡ് സെറ്റിൽ ഉണ്ടാവണം. ഇവിടുത്തെ ഏതെങ്കിലും എലമെന്റ് സെക്കൻഡ് സെറ്റിൽ ഉണ്ടാവുമോ? ഇല്ല. സോ ദിസ് ഇസ് നോട്ട് എ സബ്സെറ്റ്. സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is a triangle in a plane is not a subset of set of all x such that x is a rectangle in the plane. Now sixth one, set of all x such that x is an equilateral triangle in a plane. What do you mean by equilateral triangle? A triangle is said to be equilateral if its 3 sides are equal. Now second set is set of all x such that x is a triangle in the same plane. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏത് ട്രയാങ്കിൾ വേണമെങ്കിലും എടുക്കാം. അതായത് ഇവിടെ ഇക്വലാറ്റർ ട്രയാങ്കിൾ വരും, പിന്നെ ഐസോസിലസ് ട്രയാങ്കിൾ വരും. അതായത് ട്രയാങ്കിൾ വിത്ത് 2 സൈഡ്സ് ആർ ഈക്വൽ. പിന്നെ വരുന്നത് 3 സൈഡ്സും ഈക്വൽ അല്ലാത്ത ട്രയാങ്കിൾസ്. അതേതാ? സ്കാലൻ ട്രയാങ്കിൾ. അതായത് ഈ സെറ്റിൻ്റെ അകത്ത് സ്കാലൻ ട്രയാങ്കിൾസ് ഉണ്ടാകും, ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ടാകും, ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ഉണ്ടാകും. 3 സൈഡ്സും അൺഈക്വലായ ട്രയാങ്കിൾസ് ഉണ്ടാകും, 2 സൈഡ്സ് ഈക്വലായ ട്രയാങ്കിൾസ് ഉണ്ടാകും, 3 സൈഡ്സും ഈക്വലായ ട്രയാങ്കിൾസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് സെറ്റ് സെക്കൻഡ് സെറ്റിൻ്റെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? സോ ഫസ്റ്റ് സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. നമുക്ക് ഇതിൻ്റെ ഫിഗറും കൂടി ഒന്ന് നോക്കിയേക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ വരച്ചിരിക്കുന്നതൊക്കെ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. സൈഡ്സിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വരച്ചിരിക്കുന്നതൊക്കെ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. കുഞ്ഞ് ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്, വലിയ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്. സൈഡ്സിൻ്റെ ലെങ്ത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കിൾസ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് സെറ്റിൽ വരും. ഇൻഫിനിറ്റി മെനി ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ഈ സെറ്റിൻ്റെ അകത്തുണ്ട്. സെക്കൻഡ് സെറ്റ് നോക്കി, ദിസ് ഇസ് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ഇതിൻ്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി ട്രയാങ്കിൾസ് ഉണ്ടാകും. ഞാൻ കുറച്ചെണ്ണം മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇതിൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ വരും. ഓക്കെ, 3 സൈഡ്സും ഈക്വൽ ആയ ട്രയാങ്കിൾസ്.
ഇതുപോലെ ഇരിക്കുന്ന ഇൻഫിനിറ്റ്ലി മെനി ട്രയാങ്കിൾസ് ഉണ്ട്. ഞാൻ ഒറ്റൊരു ട്രയാങ്കിൾ മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ. അതുപോലെ ഐസോസിലസ് ട്രയാങ്കിൾ, 2 സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിൾ വരും. 3 സൈഡ്സും ഈക്വൽ അല്ലാത്ത സ്കാലൻ ട്രയാങ്കിളും വരും. ഓക്കെ, സൈഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രയാങ്കിളിനെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാ? ഇക്വിലാറ്ററൽ, ഐസോസിലസ്, സ്കാലൻ ട്രയാങ്കിൾ. അതുപോലെ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 3 ടൈപ്പ് ഡിവൈഡ് ചെയ്തിട്ടില്ലേ? അത് ഏതൊക്കെയാ? അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ, ക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെ, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. പിന്നെ ഇരിക്കുന്നത് ഏതാ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, 90 ഡിഗ്രി വേണം, ഒരു 90 ഡിഗ്രി വേണം, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. പിന്നെയോ ഇതാണല്ലേ, ഇതേതാ? ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. വൺ ഓഫ് ദ ആംഗിൾ ഇസ് മോർ ദാൻ 90 ഡിഗ്രി. ഇപ്പം ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രയാങ്കിൾസിനെ 3 ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൈഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രയാങ്കിൾസിനെ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ and scalene triangle. Okay, so set of all equilateral triangle is a subset of set of all triangles in same plane. Now 7th one, set of all x such that x is an even natural number. X is an even natural number. Which are even natural numbers? 2, 4, 6, 8, 10, etc. Now second set is set of all x such that x is an integer. Integers are set equal to set etc. -2, -1, 0, 1, 2, etc. Okay. ഇപ്പോൾ ഈ എലമെന്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. 2, 4, 6, 8 etc. are integers. So clearly first set is a subset of second set. ഓക്കെ, ഒന്നും കൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് സെറ്റിൻ്റെ അകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 2, 4, 6, 8 etc. സെക്കൻഡ് സെറ്റിൻ്റെ അകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? -2, -1, 0, 1, 2, 3, 4, 5, 6, 7, 8 etc. അതായത് ഈ എലമെന്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സോ ക്ലിയർലി ഫസ്റ്റ് സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. ഓക്കെ, now second problem, examine the following statement is true or false. സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ, സെറ്റ് എ ബി ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി എ. കറക്റ്റ് ആണോ ഇത്? ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സ് എ ബി, ഈ എലമെന്റ്സ് ഇതിൻ്റെ അകത്തുണ്ടോ? ഉണ്ട് അല്ലേ, എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി എഴുതേണ്ടത് എന്തായിരുന്നു? സബ്സെറ്റ് ആണ് എഴുതേണ്ടിയിരുന്നേ. പക്ഷെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നോട്ട് എ സബ്സെറ്റ്. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് എന്താ? ഫോൾസ്. സിൻസ് എ ബി ബിലോങ്സ് ടു ബി സി എ, ഇവിടുത്തെ എലമെന്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ആവേണ്ടത് എന്തായിരുന്നു? സബ്സെറ്റ് ആവേണ്ടതായിരുന്നു. ഓക്കെ, സെറ്റ് എ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി എ. Now second one, set AE is a subset of set of all x such that x is a vowel in the English alphabet. Set of all x such that x is a vowel in the English alphabet. Which are vowels in English alphabet? A, E, I, O, U. Okay, ഈ സെറ്റിൻ്റെ അകത്ത് ഈ എലമെന്റ്സ് വരുന്നുണ്ടോ? ഈ സെറ്റിൽ ഇരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? എ, ഇ, ഐ, ഒ, യു. അപ്പോൾ എ, ഇ അതിൻ്റെ അകത്തുണ്ട്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. Set AE is a subset of set AE, I, O, U. So given statement is true. Now third one, set 1, 2, 3 is a subset of set 1, 3, 5. Subset ആവണമെങ്കിൽ എന്താവണം? ഇവിടുത്തെ എലമെന്റ്സ് എല്ലാം ഇവിടെ ഉണ്ടാവണം. ഇവിടുത്തെ എലമെന്റ്സ് എല്ലാം ഇവിടെ ഉണ്ടോ? 1 ഉണ്ട്, 3 ഉണ്ട്, പക്ഷേ 2 ഇവിടെ ഇല്ല. സോ this set 1, 2, 3 is not a subset of set 1, 3, 5. പക്ഷെ തന്നിരിക്കുന്നത് എന്താ? സബ്സെറ്റ് എന്നാ തന്നിരിക്കുന്നത്. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്. സിൻസ് 2 not belongs to set 1, 3, 5. Now fourth one, set A is a subset of set A, B, C. ക്ലിയർ ആണല്ലേ? എ ഇവിടെ ഇരിക്കുന്ന ഒറ്റൊരു എലമെന്റ് എ, ആ എലമെന്റ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ എലമെന്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സോ ക്ലിയർലി സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ, ബി, സി. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. സിൻസ് എ ബിലോങ്സ് ടു സെറ്റ് എ, ബി, സി. Now fifth one, set A belongs to set A, B, C.
ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്തേ. ബിലോങ്സ് ടു എഴുതണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു എലമെന്റ് ആയിരിക്കണം. ഈ എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. എ ഉണ്ട്, പക്ഷെ ഈ എലമെന്റ് ഇവിടെ ഇല്ല. ഇങ്ങനെ എഴുതണമെങ്കിൽ ഈ എലമെന്റ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഇതിൻ്റെ അകത്ത് സെറ്റ് ബ്രാക്കറ്റിന് ശേഷം ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നുണ്ടാവണം. അതുപോലെ ഇരിക്കുന്ന എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്. A belongs to ABC, so set A is a subset of set ABC. Okay, കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി നോക്കി. സെറ്റ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി ആണ്. സെറ്റ് എ നോട്ട് ആൻ എലമെന്റ് ഓഫ് സെറ്റ് എ ബി സി. ഓക്കെ, ഐഡിയ ക്ലിയർ ആയല്ലോ. സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് എ ബി സി. ഓക്കെ, എ ബിലോങ്സ് ടു സെറ്റ് എ ബി സി എന്ന് എഴുതാം, ഇതുപോലെ എഴുതാം. പക്ഷേ സെറ്റിൻ്റെ അകത്ത് എ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സബ്സെറ്റ് ആയിട്ട് മാറും. Now sixth one, set of all x such that x is an even natural number less than 6. 6-നേക്കാളും ചെറിയ ഈവൻ നാച്ചുറൽ നമ്പർ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാ? 6-നേക്കാളും ചെറുതാവണേ. 2 and 4. So first set consists elements 2, 4. Second set of all x such that x is a natural number which divides 36. 36-ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി. 36-ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 is a factor, 2 is a factor, 3 is a factor. So factors of 36 are 1, 2, 3, 4, 6, 9, 12, 18, 36. 36 is equal to 1 into 36, 2 into 18, 3 into 12, 4 into 9, 6 into 6. So these are factors of 36. ഇനി നമ്മൾ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് സെറ്റിൽ എന്തായിരിക്കുന്നത്? ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6, ദാറ്റ് ഇസ് സെറ്റ് 2, 4. ഈ എലമെന്റ്സ് ഇതിൻ്റെ അകത്തുണ്ടോ? ഉണ്ടല്ലേ, 2 ഉണ്ട്, 4 ഉണ്ട്. സോ ഫസ്റ്റ് സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെക്കൻഡ് സെറ്റ്. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. നൗ തേർഡ് വൺ, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 to സെറ്റ് 3, 4, 5. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. എന്റെ അകത്തിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1, 2 സെറ്റ് 3, 4 and 5. എന്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? നമുക്ക് എനൊന്ന് അനലൈസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, എന്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? എന്റെ അകത്ത് 4 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാ? 1, 2 സെറ്റ് 3, 4. ഇത് ഒരു എലമെന്റ് ആണ്. നമ്മൾ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ ഇരിക്കുന്ന ഒറ്റൊരു എലമെന്റ് ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മളൊരു എക്സ് എഴുതുന്ന പോലെ ഇരിക്കുന്ന ഒറ്റൊരു എലമെന്റ് ആണ്. എന്റെ അകത്ത് 4 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാ 4 എലമെന്റ്സ് ഇരിക്കുന്നത്? ഫസ്റ്റ് 1, 1, സെക്കൻഡ് 1, 2, തേർഡ് 1 സെറ്റ് 3, 4. ഇത് ഒരു എലമെന്റ് ആണ്. ഫോർത്ത് എലമെന്റ് ഇസ് 5. ഓക്കെ, ദീസ് ആർ എലമെന്റ്സ് ഓഫ് എ. 1 belongs to A, 2 belongs to A. എലമെന്റ്സ് ആണ് നമ്മൾ സൂചിപ്പിക്കാൻ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. 2 belongs to A. സെറ്റ് 3, 4 belongs to A. 5 belongs to A. ഓക്കെ, ഇവിടെ ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് എലമെന്റ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു എക്സ് എഴുതുന്ന പോലെയാണ് ഇത്. ഇത് ഒരു എലമെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ സെറ്റ് 3, 4 belongs to A എന്ന് എഴുതുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 not belongs to A, 4 not belongs to A. നമുക്ക് കാണുമ്പോൾ തോന്നും 3ഉം 4ഉം എന്റെ അകത്ത് ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ ഇല്ല. സെറ്റിന്റെ അകത്ത് 3 വരണമെങ്കിൽ ഇവിടെ നമ്മൾ 3 എന്ന് എഴുതിയിരിക്കണം. 4 വരണമെങ്കിൽ ഇവിടെ 4 എന്ന് എഴുതിയിരിക്കണം. അതുപോലെയുള്ള എലമെന്റ്സ് ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഇരിക്കുന്ന എലമെന്റ് ഏതാ? സെറ്റ് 3, 4 ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 not belongs to A, 4 not belongs to A. ഇനി നമുക്ക് എയുടെ സബ്സെറ്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. നമുക്കറിയാം നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. സോ നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ. ഇനി ഇതിൽ വരുന്ന എലമെന്റ്സ് നോക്കിയേ. 1 ഉണ്ട്, അപ്പൊ സെറ്റ് 1. ഓക്കെ, 2 ഉള്ളത് കൊണ്ട് സെറ്റ് 2 ഇസ് എ സബ്സെറ്റ്. സെറ്റ് 3, 4 ഉള്ളത് കൊണ്ട് സെറ്റ് 3, 4 ഇസ് എ സബ്സെറ്റ്. 5 is an element of A. So set 5 is a subset of A. Okay, these are singleton sets. ഒറ്റൊരു എലമെന്റ് മാത്രം അടങ്ങിയിരിക്കുന്ന സെറ്റ്സ് ആണ് ഇത്, സിംഗിൾട്ടൺ സെറ്റ്സ്. അപ്പൊ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് 3, 4 എക്സ് ആയിട്ട് നമ്മൾ മനസ്സിൽ കാണണം. ഓക്കെ, സെറ്റ് എക്സ് എഴുതുമ്പോൾ സെറ്റ് 3, 4. എക്സ് ബിലോങ്സ് ടു എ, സെറ്റ് എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, സെറ്റ് 3, 4 ഇസ് എ സബ്സെറ്റ് ഓഫ് എ. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് 2 എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന സബ്സെറ്റ്സ് ആണ്.
എന്റെ അകത്ത് 4 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നൾ സെറ്റ് എഴുതി, സിംഗിൾട്ടൺ സെറ്റ്സ് എഴുതി. 4 സിംഗിൾട്ടൺ സെറ്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി 2 എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ നമ്പേഴ്സ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. 1 4 6 4 1 പാസ്കൽസ് ട്രയാങ്കിൾ ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇനി എഴുതാൻ പോകുന്ന 2 എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന സബ്സെറ്റ്സുകളുടെ എണ്ണം എത്രയായിരിക്കും? 6. There are 6 subsets with 2 elements. Those subsets are set 1 2, set 1 set 3 4, set 1 5, set 2 set 3 4, set 2 5, set 3 4 5. Okay, these are subsets with 2 elements. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? 3 എലമെന്റ്സ് വരുന്ന സബ്സെറ്റ്സ് ആണ് എഴുതാൻ പോകുന്നത്. 3 എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും? 4. 3 എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന 4 സബ്സെറ്റ്സ് ആണ് എക്ക് ഉണ്ടാവുക. അത് ഏതൊക്കെയാ? സെറ്റ് 1 2 സെറ്റ് 3 4, സെറ്റ് 1 2 5, സെറ്റ് 2 സെറ്റ് 3 4 5, സെറ്റ് 1 സെറ്റ് 3 4 5. ഇതാണ് 3 എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന 4 സബ്സെറ്റ്സ്. ഇനി ഒരു സബ്സെറ്റും കൂടിയാണ് ബാക്കിയുള്ളത്. 4 എലമെന്റ്സ് അടങ്ങിയിരിക്കുന്ന ഹോൾ സെറ്റ് എ, ദാറ്റ് ഇസ് സെറ്റ് 1 2 സെറ്റ് 3 4 5. ഇതൊക്കെയാണ് എയുടെ സബ്സെറ്റ്സ്. അപ്പോൾ എത്ര സബ്സെറ്റ്സ് ആ എക്ക് ഇരിക്കുന്നത്? എന്റെ അകത്ത് 4 എലമെന്റ്സ് ഉണ്ട്. സോ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഇസ് 2⁴, 16. ഓക്കെ, 16 സബ്സെറ്റ്സ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. നൾ സെറ്റ് എഴുതി, 4 സിംഗിൾട്ടൺ സെറ്റ്സ് എഴുതി. There are 6 subsets with 2 elements. There are 4 subsets with 3 elements. There are 1 subset with 4 elements. അപ്പോൾ 16 സബ്സെറ്റ്സ് ആണ് നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തത്. നമ്മുടെ പ്രോബ്ലം ഇതായിരുന്നു. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 സെറ്റ് 3 4 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് ആൻഡ് വൈ? ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റ് എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ നമുക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്തതും സബ്സെറ്റ്സിനെ ലിസ്റ്റ് ചെയ്തതും. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ തന്നിരിക്കുന്ന സെറ്റ് ഇതാണ്. സെറ്റ് 1 2 സെറ്റ് 3 4 5. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് വൺ, സെറ്റ് 3 4 ഇസ് എ സബ്സെറ്റ് ഓഫ് എ. ശരിയാണോ? സെറ്റ് 3 4 is an element of A. Set 3 4 is not a subset of A. So given statement is incorrect. Reason എഴുതി വെച്ചേക്കണേ. ഈ സെറ്റ് ഇതിന്റെ സബ്സെറ്റ് ആവണമെങ്കിൽ 3 ഇവിടെ ഉണ്ടാവണം, 4 ഇവിടെ ഉണ്ടാവണം. ഇതിൻ്റെ അകത്ത് 3ഉം 4ഉം ഇല്ല. ഓക്കെ, 3 എന്ന് പറഞ്ഞ എലമെന്റ് ഇവിടെ ഇല്ല. 1 2 5 ഉണ്ട്, പിന്നെ സെറ്റ് 3 4 ഉണ്ട്. 3 not belongs to A, 4 not belongs to A. So set 3 4 is not a subset of A. Set 3 4 is a subset of A. This statement is incorrect. Set 3 4 not a subset of A. Set 3 4 belongs to A. Now second one, set 3 4 belongs to A. Okay, this statement is correct. Set 3 4 is an element of A. So this statement is correct. Now third one, set of set 3 4 is a subset of A. Since set 3 4 is an element of A, set of set 3 4 is a subset of A. Statement is correct. Since set 3 4 belongs to A. Now fourth one, 1 belongs to A. Correct ആണല്ലേ? 1 ഇവിടെ ഉണ്ട്. 1 is an element of A. So given statement is correct. Now fifth one, 1 is a subset of A. ഇത് ശരിയാണോ? അല്ല. സബ്സെറ്റ് ആവണമെങ്കിൽ എന്താവണം? ഇവിടെ സെറ്റിന്റെ ബ്രാക്കറ്റ് ഇടണം, ഫ്ലവർ ബ്രാക്കറ്റ് ഇവിടെ ഇടണം. പക്ഷെ ഇവിടെ ഫ്ലവർ ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. 1 ബിലോങ്സ് ടു എ കറക്റ്റ് ആണ്, പക്ഷെ 1 സബ്സെറ്റ് ഓഫ് എ ഇൻകറക്റ്റ്. 1 is an element of A, that is 1 belongs to A. 1 is not a subset of A. Now sixth one, set 1 2 5 subset of A. Okay, A എന്താ? set 1 2 set 3 4 5. അപ്പോൾ ഈ സെറ്റ് എയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സ് എല്ലാം എന്റെ അകത്ത് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എലമെന്റ്സ് എല്ലാം എന്റെ അകത്തുണ്ടോ? ഇവിടെ ഇരിക്കുന്നത് 1 2 5. 1 2 5 belongs to A. So set 1 2 5 is a subset of A. So this statement is correct. Since 1 belongs to A, 2 belongs to A, and 5 belongs to seventh one, set 1 2 5 belongs to A. This statement is incorrect. Set 1 2 5 is a subset of A. ഇപ്പോൾ ഇവിടെ ബിലോങ്സ് ടു എ ആവണമെങ്കിൽ ഇത് എയുടെ എലമെന്റ് ആയിരിക്കണം. സെറ്റ് 1 2 5 is an element of A എന്നാണ് തന്നിരിക്കുന്നത്.
ഇത് എയുടെ എലമെന്റ് ആണോ? അല്ല. 1 is an element, 2 is an element, 5 is an element. But set 1 to 5 is not an element. Set 1 to 5 is a subset of A. So this statement is incorrect. Set 1 to 5 not belongs to A. Now next one, set 1 to 3 subset of A. ഈ സെറ്റ് എയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ 1 എയിൽ ഉണ്ടാവണം, 2 ബിലോങ്സ് ടു എ ആവണം, 3 ബിലോങ്സ് ടു എ ആവണം. പക്ഷെ 3 എന്ന് പറഞ്ഞ എലമെന്റ് എന്റെ അകത്തില്ല. എന്റെ അകത്ത് ഇരിക്കുന്ന എലമെന്റ് ഏതാ? സെറ്റ് 3, 4 ആണ്. 3 not belongs to A. So this statement is incorrect. Now next is null set belongs to A. Null set is a subset of A. Null set is not an element of A. ഇത് കറക്റ്റ് ആവണമെങ്കിൽ ഇതിൻ്റെ അകത്ത് null set എന്ന് എഴുതിയിട്ടുണ്ടാവണം. പക്ഷെ ഇവിടെ അതുണ്ടോ? ഇല്ല. So this statement is incorrect. Null set is not a subset of A. Null set is a subset of A. Okay, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് കറക്റ്റ് ആണ്. Since empty set is a subset of every set. So this statement is correct. Now next one, set null set is a subset of A. ഇത് കറക്റ്റ് ആവണമെങ്കിൽ ഈ എലമെന്റ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഓക്കെ, ഈ നോർവേജിയൻ ആൽഫാബറ്റ് എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് ഉണ്ടാവണം. എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് നോർവേജിയൻ ആൽഫാബറ്റ് ഉണ്ടോ? ഇല്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്. സിൻസ് null set not belongs to A. Now fourth one, write down all the subsets of following sets. തന്നിരിക്കുന്ന സെറ്റ്സിന്റെ സബ്സെറ്റ്സ് എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, null set and whole sets are subsets of every set. ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ null സെറ്റും ആ സെറ്റും തന്നിരിക്കുന്ന സെറ്റിന്റെ സബ്സെറ്റ്സ് ആയിരിക്കും. null set and whole sets are subsets of every set. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, സെറ്റ് എ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെറ്റ് എയുടെ സബ്സെറ്റ്സുകളെ കണ്ടുപിടിക്കണം. സെറ്റ് എയുടെ സബ്സെറ്റ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ null set, സെക്കൻഡ് വൺ സെറ്റ് എ. ദർ ആർ 2 subsets, null set and set A. Now second problem, set AB. ഇതിന്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ null set, then set A, set B, set AB. Okay, null set, singleton sets, there are 2 singleton sets and the whole set. Now third one, set 1, 2, 3. Subsets are null set, set 1, set 2, set 3, set 1, 2, set 1, 3, set 2, 3 and set 1, 2, 3. These are subsets of given set. Now fourth one, null set. We know that subsets of null set is null set. ഒറ്റൊരു സബ്സെറ്റ് മാത്രമേ ഉള്ളൂ, അതേതാണ്? null set ആണ്. Now fifth one, how many elements have P of A if A is equal to null set? P of A എന്ന് വെച്ചാൽ എന്താ? P of A is the power set of A. P of A യുടെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാകും എന്നാണ് ചോദ്യം. അപ്പൊ A എന്താ ഇവിടെ? null set ആണ്. A null set ആയി കഴിഞ്ഞാൽ Aക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ട്? ഒറ്റൊരു സബ്സെറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? അതേതാണ്? null set ആണ്. അപ്പോൾ P of A യുടെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാകും? ഒറ്റൊരു എലമെന്റ് മാത്രമേ ഉണ്ടാകും. When A is equal to null set, A has no elements. Therefore, A has only one subset which is null set. Therefore, P of A is equal to set null set or P of A is equal to set null set. So, number of elements in P of A is 1. P of A has only one element. സബ്സെറ്റും പവർ സെറ്റിനും റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസ് 1.3 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തത്. എല്ലാ പ്രോബ്ലംസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. നോട്ട്സ് എല്ലാം നന്നായിട്ട് എഴുതുക. ബ്ലാക്ക് ബോർഡിൽ കാണുന്നതൊക്കെ നോട്ട്സ് ആയിട്ട് എഴുതണം. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.